പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ഒട്ടും കയ്പില്ലാത്തതും കുറേ നാൾ കേടുകൂടാതിരിക്കുന്നതുമായ നാരങ്ങ അച്ചാറാണ്. അച്ചാർ കൂടി ചേർത്തിട്ടാണ് ഇന്ന് അച്ചാർ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. നാരങ്ങ നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഇഡലിപ്പാത്രം അടുപ്പിൽ വെച്ച് ഇതിലിട്ട് ആവി കയറ്റിയാണ് തയ്യാറാക്കുന്നത്. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. 5 മിനിറ്റ് ആകുമ്പോഴേക്കും നാരങ്ങ തയ്യാറായിട്ടുണ്ടാവും. വെന്ത് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. നാരങ്ങയുടെ ചൂടൊന്ന് കുറഞ്ഞ് വന്നു കഴിയുമ്പോഴേക്കും ചെറിയ ചൂടോടുകൂടി ഈ നാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഇതുപോലെ 4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താൽ മതിയാകും. എല്ലാ നാരങ്ങയും ഇതുപോലെ തന്നെ മുറിച്ചെടുക്കാം. ഞാനിവിടെ നാരങ്ങയെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നാരങ്ങയും ഉപ്പും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വയ്ക്കണം. ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 2 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അച്ചാറിന് നല്ലൊരു ടേസ്റ്റുമാണ്. അതുപോലെ നല്ല അലിഞ്ഞിരിക്കുകയും ചെയ്യും അച്ചാർ. ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് അച്ചാർ തയ്യാറാക്കുന്നത്. അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 50 ഗ്രാം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് വലിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും 1 കപ്പ് അളവിൽ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒന്ന് കീറിയതിന് ശേഷം ഇട്ട് കൊടുക്കണം. ചെറുതാണെങ്കിൽ കുഴപ്പമില്ല. 2-3 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഫ്രൈ ആയി പോവരുത്, നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അളവിൽ അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബ്രാഹ്മിൺസിൻ്റെ അച്ചാർ പൊടിയാണ്. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നാരങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരപ്പൊക്കെ നാരങ്ങയിലൊക്കെ നന്നായിട്ട് പിടിക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നാരങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല പുളി ഉണ്ടാവും. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 3 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കയ്പില്ലാത്ത കുറേ നാൾ കേടുകൂടാതിരിക്കുന്ന നാരങ്ങ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിനും ബിരിയാണിക്കും എല്ലാത്തിനും കൂട്ടാൻ നല്ല ടേസ്റ്റിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ അച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.
താങ്ക് യു.